വോയിസ് ഓഫ് കേരള മീഡിയ സ്കാൻ ഇനി പരിശോധിക്കുന്നത് എഡിറ്റോറിയലാണ്. ഹരിയാനയിലെ ബല്ലഭ്ഗഡിൽ 15 വയസ്സുള്ള ജുനൈദ് എന്ന ഒരു ചെറുപ്പക്കാരനെ മതവിദ്വേഷത്തിന്റെ പേരിൽ പശു സംരക്ഷകർ തീവണ്ടിയിലിട്ട് തല്ലിക്കൊന്നത് കഴിഞ്ഞ ദിവസമാണ്. വീട്ടിലേക്ക് ആവശ്യമായ പെരുന്നാൾ സാധനങ്ങളും പുതുവസ്ത്രങ്ങളും വാങ്ങുന്നതിനു വേണ്ടി ഡൽഹിയിൽ സഹോദരങ്ങളുമൊത്ത് എത്തിയതാണ് ജുനൈദ്. സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ തുഗ്ലക്കാബാദിൽ വെച്ച് തീവണ്ടിയിൽ കയറി. തുടർന്ന് നടന്ന സംഭവങ്ങൾ നടുക്കുന്നതായിരുന്നു. തലയിൽ തൊപ്പിവെച്ച ജുനൈദും സഹോദരങ്ങളും മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാക്കിയ മതവിദ്വേഷികളായ ആളുകൾ ഇവരുടെ നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയായിരുന്നു. രാജ്യദ്രോഹികളെന്നും ബീഫ് തീറ്റക്കാരെന്നുമാണ് അവർ ആക്രോശിച്ചത്. വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ധരിച്ചിരുന്ന തൊപ്പി അക്രമികൾ ഊരി വലിച്ചെറിഞ്ഞു. താടി പിടിച്ചു വലിച്ച് മുല്ലയെന്ന് പറഞ്ഞ് പരിഹസിച്ചു. തുടർന്ന് തല്ലാനും കുത്തി പരിക്കേൽപ്പിക്കാനും തുടങ്ങി. ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ജുനൈദ് തീവണ്ടിയിൽ വെച്ച് തന്നെ ചോര വാർന്നു മരിച്ചു. ഇവർ കയ്യിൽ ബീഫുമായാണ് യാത്ര ചെയ്തത് എന്നാരോപിച്ചായിരുന്നത്രേ തല്ലിക്കൊല്ലൽ. ഒരാഴ്ച മുമ്പാണ് ജുനൈദും സഹോദരന്മാരും ഖുർആൻ പഠനം പൂർത്തിയാക്കി ഹാഫിള് ബിരുദം കരസ്ഥമാക്കിയത്. ഈ നേട്ടത്തിന് ഉമ്മ സമ്മാനമായി നൽകിയ 1500 രൂപയുമായാണ് മൂവരും പെരുന്നാൾ സാധനങ്ങൾ എടുക്കാൻ പോയത്. വേഗം വരുമെന്നവർ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വാക്ക് നൽകി. പക്ഷേ തിരിച്ചെത്തിയത് ജീവനറ്റ് ചോരയിൽ കുതിർന്ന മയ്യത്താണ്. 15 വയസ്സേ ആയിട്ടുള്ളൂ ജുനൈദിന്. അവർക്കെങ്ങനെയാണ് ഞങ്ങളോട് ഇത്രയും വെറുപ്പും ദേഷ്യവും തോന്നിയത്? അവനെ ഇത്ര ക്രൂരമായി കൊല്ലാൻ തോന്നിയത് എങ്ങനെയാണ്? വിങ്ങി പൊട്ടിക്കൊണ്ട് ജുനൈദിന്റെ മാതാപിതാക്കൾ ചോദിക്കുകയാണ്. ആ ചോദ്യം വന്നു തറയ്ക്കുന്നത് നമ്മൾ മതേതരമെന്ന് അവകാശപ്പെടുന്ന ജനാധിപത്യ ഇന്ത്യയുടെ നെഞ്ചത്താണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാലി കശാപ്പ് നിരോധനം വംശീയ ആക്രമണങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നു എന്നതിന് തെളിവാണ് രാജ്യ തലസ്ഥാനത്ത് നടന്ന ഈ തെമ്മാടിത്തം. ഒരു മുൻപരിചയവുമില്ലാത്ത ആളുകൾ, ഒരു ശത്രുതയുമില്ലാത്ത ആളുകളെ മുസ്ലിം ആണ് എന്ന പേരിൽ മാത്രം വഴിയിലിട്ട് അടിച്ചു കൊല്ലുന്നു. രാജ്യം എത്തി നിൽക്കുന്ന ഭയാനകമായ സാഹചര്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പശുമാംസം സൂക്ഷിച്ചു എന്നാരോപിച്ച് പെഹ്ലു ഖാനെ പശു ഭീകരർ തല്ലിക്കൊന്നത്. തുടർന്ന് രാജസ്ഥാൻ സ്വദേശിയായ പെഹ്ലു ഖാൻ അതിനും മാസങ്ങൾക്ക് മുൻപാണ് മേവാത്തിൽ സംഘപരിവാറിന്റെ ഗോരക്ഷാ ഗുണ്ടകൾ വീട്ടിൽ കയറി ബീഫ് കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ച് 2 യുവതികളെ കൂട്ടമാനഭംഗം ചെയ്ത് ഇരട്ടക്കൊലപാതകം നടത്തിയത്. ഓരോ ദിനം പിന്നിടും തോറും മുസ്ലിങ്ങളുടെ നില കൂടുതൽ പരുങ്ങലിലാവുകയാണ്. ഏതു സമയത്തും എവിടെയും ഹിന്ദുത്വ ഫാസിസം അവരെ കടന്നാക്രമിച്ചെന്നിരിക്കാം. ഏറെക്കുറെ സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന കേരളത്തിൽ പോലും അണിയറയിൽ പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വ സംഘങ്ങൾ. ഫൈസൽ, റിയാസ് മുസ്ലിയാർ വധങ്ങൾ അവിചാരിതമായ സംഭവങ്ങളല്ല. സംഘടിതമായ കലാപങ്ങൾക്ക് പകരം മോദിയുടെ ഇന്ത്യയിൽ വംശീയ ഉന്മൂലനത്തിന്റെ പുതിയ രീതികളാണ് സംഘപരിവാർ അഴിച്ചുവിട്ട ആൾക്കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കേന്ദ്ര ഭരണകൂടം മൌനം തുടരുകയാണ്. 20 കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത്. പശു ഭീകരരുടെയും സംഘപരിവാറിന്റെയും കത്തിമുന ഏതു നിമിഷവും അവരുടെ കുടലുകൾ കുത്തിത്തുരന്നിരിക്കാം. ഭയത്തിന്റേതായി മാറിയിരിക്കുന്നു ഓരോ പെരുന്നാളും. മുഹമ്മദ് അഖ്ലാഖ്, പെഹ്ലു ഖാൻ, ഇപ്പോൾ ജുനൈദും. മോദിയുടെ ഇന്ത്യയിൽ മുസ്ലിമിന് വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ബല്ലഭ്ഗഡ്. പശുവും ബീഫുമൊന്നുമല്ല, മുസ്ലിം തന്നെയാണ് സംഘപരിവാറിന്റെ ആധിയെന്ന് തെളിയിക്കുകയാണ് ജുനൈദിന്റെ രക്തസാക്ഷിത്വം. രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ഈ അവസ്ഥയെ എങ്ങനെയാണ് മതേതര ജനാധിപത്യ ഇന്ത്യ മറികടക്കുക? ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിൽ നിന്നും ഉയരേണ്ട ചോദ്യമാണിത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ അത് പങ്കുവെക്കുന്നുണ്ട്. പശുവിറച്ചി തിന്നുന്നവൻ എന്നാരോപിച്ച് കൊന്നു തള്ളുന്ന ഒരു രാജ്യത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. ഓർമ്മ വേണം. മീഡിയ സ്കാനും ഓരോ ശ്രോതാക്കളോടും പറയാനുള്ളത് അശോകൻ ചെരുവിൽ പറഞ്ഞത് തന്നെയാണ്. ഓർമ്മ വേണം. മീഡിയ സ്കാൻ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. Voice of Kerala 1152 AM മലയാളത്തിന്റെ നേർശബ്ദം.